ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഐ എം ദിയ തെരേസ സിബി. അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്നത് ഓഡിറ്റ് ആണ്. ഓഡിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. ഓഡിറ്റ് ആൻഡ് അഷുറൻസിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് അഷുറൻസ് എന്നുള്ളത്. എന്താണ് അഷുറൻസ്? അഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു പ്രോമിസ്, അതിനെയാണ് assurance എന്ന് പറയുന്നത്. The assurance is where an expert of a particular subject matter express an independent opinion on a particular subject matter for someone. ഇവിടെ assurance എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉറപ്പ് കൊടുക്കുവാണ്. ആര്? ഓഡിറ്റേഴ്സ്. ഒരു കമ്പനിയുടെ ഓഡിറ്റേഴ്സ് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ യൂസേഴ്സിന് ഒരു ഉറപ്പ് കൊടുക്കുവാണ്. എന്തുറപ്പ്? ഒന്നെങ്കിൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അങ്ങനെ ഒരു ഒപ്പീനിയൻ കൊടുക്കുവാണ്. ഇവിടെ ഈ എക്സ്പേർട്ട്, വേറെ ആൻ എക്സ്പേർട്ട് എന്ന് പറയുന്നത്, എക്സ്പേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഓഡിറ്റേഴ്സിനെയാണ് എക്സ്പേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പർട്ടിക്കുലർ സബ്ജക്ട് മാറ്റർ, ഈ പർട്ടിക്കുലർ സബ്ജക്ട് മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ് ഇവിടെ പർട്ടിക്കുലർ സബ്ജക്ട് മാറ്റർ എന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എക്സ്പ്രസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഒപ്പീനിയൻ, ബയാസ്ഡ് അല്ലാത്ത ഇൻഡിപെൻഡന്റ് ഒപ്പീനിയൻ ആണ് ആര് കൊടുക്കുന്നത്? ഓഡിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. The opinion is measured based on certain standards or criteria. ഈ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഒപ്പീനിയൻ എന്തിന്റെ ബേസിസിലാണ്? IAS IFRS സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് നമ്മൾ ആ ഒരു ഒപ്പീനിയൻ മെഷർ ചെയ്യുന്നത്. The opinion helps the users of the information to make a ഡിസിഷൻ. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഒപ്പീനിയൻ യൂസ് ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആകട്ടെ, അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കുറെ യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്, ഇന്റേണൽ യൂസേഴ്സ് ഉണ്ട്. ഇവരൊക്കെ അവർ ഡിസിഷൻ എന്തിന്റെ ബേസിസിലായിരിക്കും എടുക്കുന്നത്? ഈ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഒപ്പീനിയന്റെ ബേസിസിലാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ഓക്കെ, നമ്മുടെ ആൻസർ ഷീറ്റ് എഴുതി കൊടുത്തു, എക്സാം ഒക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ കീ വന്നു. ആൻസർ കീ വന്നിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുവാണ്. ഓക്കെ, നമ്മൾ എഴുതിയിട്ടുള്ളത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു ഉറപ്പ് കിട്ടും. അതിന്റെ ആൻസർ കീ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ്? ഒരു ഉറപ്പ് കിട്ടും. പിന്നെ മാർക്ക് ഷീറ്റ്, ടീച്ചർ ചെക്ക് ചെയ്തിട്ടുള്ള ആൻസർ ഷീറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്താണ്? കറക്റ്റ് ഉറപ്പാണ്, നമ്മൾ ഇത് ഇത്രയുമാണ് കറക്റ്റ് ആയിട്ട് എഴുതിയത്, ഇത്രയാണ് ശരിയെന്ന് നമുക്കൊരു അഷുറൻസ് കിട്ടുവാണ്. Audit is a form of assurance performed to ascertain the validity and credibility of information. ഒരു ഇൻഫോർമേഷന്റെ വാലിഡിറ്റിയും ക്രെഡിബിലിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു? ഒരു ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. Assurance is therefore increase the confidence of the users of the information and reduces the risk they would otherwise have accepted and had expert not provide assurance. ഈ അഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഉറപ്പ് അവിടുത്തെ എല്ലാ യൂസേഴ്സിന്റെയും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് എലമെന്റ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ്. ഒരു അഷുറൻസ് എൻഗേജ്മെന്റിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ക്രസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഷോർട്ട് ഫോം ഇട്ട് പറയുന്നത്. ദാറ്റ് ഈസ് C for criteria, R report, E evidence, S subject matter and T for 3 parties involved. ഓക്കെ, ക്രൈറ്റീരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓഡിറ്റേഴ്സ് IAS IFRS സ്റ്റാൻഡേർഡ്സ് ആ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെഷർ ചെയ്യുക. റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഓഡിറ്റേഴ്സ് കൊടുക്കുന്ന റിട്ടൺ റിപ്പോർട്ടിനെയാണ് ഇവിടെ റിപ്പോർട്ട് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് എവിഡൻസ്, നമ്മൾ ഒരു ഒപ്പീനിയൻ പറയുമ്പം അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പം നമ്മളോട് കമ്പനിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഓക്കെ, ഇവിടെ 10,000 റുപ്പീസിന്റെ അല്ലെ $10,000 സെയിൽസ് നടന്നിട്ടുണ്ട് നമ്മളോട് പറഞ്ഞു. അതൊക്കെ നമ്മൾ അപ്പാടെ എന്നോ വിശ്വസിക്കുകയാണോ ചെല്ലുമ്പോഴേ? ഓക്കെ, 10,000 സെയിൽസ് നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് എവിഡൻസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? അവിടുത്തെ സെയിൽസ് ഇൻവോയ്സ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഓക്കെ, 10,000 സെയിൽസ് ഇവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളോട് പറയുക, ഈ ഒരു കമ്പനിയിൽ 100 ലാപ്ടോപ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ്? നമ്മൾ അവിടെ പോയി വെയർ ഹൗസിൽ പോയി ചെക്ക് ചെയ്യുവാണ്, ഇവിടെ 100 ലാപ്ടോപ്സ് ഉണ്ടോ? ഓക്കെ, നമ്മൾ കൗണ്ട് ചെയ്തു, 100 ഉണ്ട്. ഓക്കെ, എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്തു.
അതിനെയാണ് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ്. സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ക്വാണ്ടിറ്റി എവിഡൻസ് ആണ് ഒരു ഓഡിറ്റർ കളക്ട് ചെയ്യേണ്ടത്. എസ് ഫോർ സബ്ജക്ട് മാറ്റർ. ഇവിടെ സബ്ജക്ട് മാറ്റർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇവിടെ 3 പാർട്ടീസ് ഇൻവോൾവ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റിൽ ഇൻവോൾവ് ആകുന്ന 3 പാർട്ടീസ് ആരൊക്കെയാണ്? ഓഡിറ്റർ, ദെൻ കമ്പനിയുടെ മാനേജ്മെന്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇവരെയാണ് നമ്മൾ 3 പാർട്ടീസ് ഇൻവോൾവ് എന്ന് പറയുന്നത്. ഇനിയാണ് ആർക്കൊക്കെയാണ് അഷ്വറൻസ് വേണ്ടത്? പാർട്ടീസ് ഹു റിക്വയർ അഷ്വറൻസ്. ആർക്കൊക്കെയാണ്? A stakeholders is defined as anyone who can affected or be affected by the company. ഒരു കമ്പനിയോട് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ ആൾക്കാരെയും എന്താ കളക്റ്റീവ്ലി നമ്മൾ പറയുന്നതാണ് എന്ത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന്. കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഫസ്റ്റ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് വരുന്നത്? ബാങ്ക്, കസ്റ്റമേഴ്സ്, വെൻഡേഴ്സ്, ഗവൺമെന്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിലോ? ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഉള്ളിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സും, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സും. ഇന്റേണൽ ഈ കമ്പനിയുടെ ഉള്ളിൽ ആരൊക്കെയാണുള്ളത്? ഇന്റേണലി ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? ദാറ്റ് ഈസ് എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ്. അടുത്ത ഹെഡിങ് ആണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? Which means answerable. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന് ആൻസറബിൾ ആയിരിക്കണം. Accountability means holding those in charge accountable for their actions. In the context of a company, it means holding the directors who manage the company is responsible for explaining their actions to the shareholders who own the company. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഓക്കെ, നമ്മളെടുത്ത് നമ്മുടെ ഫ്രണ്ട് ഒരു 500 റുപ്പീസ് തന്നു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, നമ്മൾ ഇതും കൊണ്ട് എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ആ ഒരു സാധനം വാങ്ങിച്ചിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് വേണം? ഇത്രയാണ് സാധനത്തിന് വന്ന വില, ഇത്രയാണ് ബാലൻസ്. കാരണം നമ്മൾ ചെയ്ത ഒരു ആക്ഷന് നമ്മൾ ആൻസറബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ കോൺടെക്സ്റ്റിൽ എടുക്കുവാണെങ്കിൽ കമ്പനി മാനേജ് ചെയ്യുന്ന ആരാണ്? കമ്പനി മാനേജ് ചെയ്യുന്നത് കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണ്. ആൻഡ് കമ്പനിയുടെ ഓണേഴ്സ്, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഈ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് കമ്പനി കറക്റ്റ് ആയിട്ടാണോ മാനേജ് ചെയ്യുന്നത്? അല്ലെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് അത് കറക്റ്റ് ആയിട്ടാണോ മാനേജ് ചെയ്യുന്നത്? അവരുടെ എല്ലാ ആക്ഷനും അവരെന്തായിരിക്കണം? അക്കൗണ്ടബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആൻസറബിൾ ആയിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്റ്റീവേർഡ്ഷിപ്പ്. സ്റ്റീവേർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കാര്യസ്ഥൻ. നമ്മള് ഫിലിം ഒക്കെ കണ്ടിട്ടില്ല? അതിൽ കാര്യസ്ഥൻ എന്നുള്ള ഫിലിമില് ദിലീപ് ആരാണ് ശരിക്കും? ആ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന ആരാണോ? അല്ല. ആ പ്രോപ്പർട്ടി അവിടെ നോക്കി നടത്താൻ വന്നിട്ടുള്ള ആള് ആണ്. ആർക്ക് വേണ്ടി? ആ ഒരു ഫാമിലിക്ക് വേണ്ടി, ഒരു പർട്ടിക്കുലർ ഫാമിലിക്ക് വേണ്ടി ആ ഒരു പ്രോപ്പർട്ടി നോക്കി നടത്താൻ വന്ന ആളാണ് ആ കാര്യസ്ഥൻ ഫിലിമില് ദിലീപ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പനിയിലെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെ കമ്പനി നോക്കി നടത്താൻ വന്നിട്ടുള്ളവരാണ് ആര്? കമ്പനിയിലെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഡയറക്ടേഴ്സിനെ നമ്മളിലെ കമ്പനിയുടെ മാനേജ്മെന്റിനെ നമ്മളിവിടെ സ്റ്റീവേർഡ്ഷിപ്പ് എന്നാണ് പറയുന്നത്. കമ്പനിയുടെ കാര്യസ്ഥന്മാരായിട്ടാണ് പറയുന്നത്. സ്റ്റീവേർഡ്ഷിപ്പ് is when a person is responsible for taking care of something on behalf of another. This exists between director and shareholders, as director are responsible for management the shareholders property. Okay, thank you.